ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടെറസ് കിച്ചണിൽ തന്നെയാണ്. അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും തന്നെ നോമ്പൊക്കെ തുടങ്ങി എന്താ പറയുക, വിശുദ്ധ റംസാൻ മാസത്തിലേക്ക് കടന്നിരിക്കുവാണ്. അപ്പോൾ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തുടങ്ങുകയാണല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ചെറുപാനീയങ്ങളൊക്കെ കുടിക്കാറുണ്ടല്ലോ, അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഈന്തപ്പഴത്തിലൊക്കെ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക്സോ, ഇപ്പം നാരങ്ങ വെള്ളമാകാം, അതല്ലെങ്കിൽ വേറെ ജ്യൂസ് എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ പാല് ചേർത്ത് ഏതെങ്കിലും സർബത്തോ അങ്ങനത്തെ കാര്യങ്ങളാകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഘുവായിട്ട് കുടിക്കാനുള്ള കാര്യങ്ങൾ, പാനീയങ്ങളിലേക്ക് പോകും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ നോമ്പ് തുറയുടെ എല്ലാ ദിവസവും ഒരു പക്ഷേ എനിക്ക് വിഭവങ്ങൾ തയ്യാറാക്കി കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് എനിക്കിന്ന് അത് ഒരു നോമ്പ് തുറ വിഭവം കാണിക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാനീയമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വളരെ ടേസ്റ്റിയാണ്, പിന്നെ ന്യൂട്രിറ്റീവാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഇങ്ങനെ കഠിനമായ വ്രതം കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റുന്ന, ഹെൽത്തി ആക്കുന്ന, നിങ്ങളുടെ ശരീരത്തിന് കുറച്ചുകൂടി എനർജിയൊക്കെ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ആൽമണ്ടും കാഷ്യൂനട്ടും ചേർന്ന് വരുന്ന ഒരു പാനീയമാണ്, ഒരു ഡ്രിങ്കാണ്. ഓക്കെ, അപ്പം അതിൻ്റെ തയ്യാറെടുപ്പ് ആണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു 25 ആൽമണ്ട്സ് വെള്ളത്തിൽ കുതിർത്തിട്ട്, ഒന്നിൽ കുതിർത്ത് അതിൻ്റെ തോട് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബോയിൽ ഒന്നൊന്ന് തിളയ്ക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് ആ വെള്ളം മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്കിൻ ഇളകി വരും. അങ്ങനെ അത് വന്നിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. അതുപോലെ അണ്ടിപ്പരിപ്പ്, അപ്പോൾ 20 ആൽമണ്ടും ഒരു 20 അണ്ടിപ്പരിപ്പുമാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ 2 കവർ പാൽ, അതായത് ഏകദേശം 1 ലിറ്റർ പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ, 1.5-2 ടീസ്പൂണിനകത്ത്. പിന്നെ സബ്ജ സീഡ്സ് അഥവാ നമ്മുടെ കഷ്കശ്, കറുത്ത കഷ്കശ് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ കുറച്ച് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തും വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുതിരുമല്ലോ. പിന്നെ മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്കാണ് ചേർക്കാൻ പോണത്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു അടിപൊളി ഡ്രിങ്കായിട്ട് മാറും. അപ്പോൾ ഇത് നല്ല ചെറിയ ചൂടോടുകൂടിയും കഴിക്കാം, തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം, പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം തണുപ്പിച്ച് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുതിർന്ന ആൽമണ്ട്സും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കാം, വെള്ളം ഒഴിച്ച് അരച്ചാലും മതി, കുഴപ്പമില്ല. ഒരു പേസ്റ്റിയാക്കി അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നു, എന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും ആൽമണ്ട്സും ഒന്നിച്ച് തന്നെ അരയ്ക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് അരയ്ക്കാം. ഇച്ചിരി വെള്ളം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെള്ളത്തിൽ അരച്ചാലും മതി. അങ്ങനെ നല്ല പേസ്റ്റി ആയിട്ട് അരഞ്ഞു കഴിഞ്ഞു. ഇതേ നോക്കിക്കോളൂ, നന്നായിട്ട് അരഞ്ഞു. ഓക്കെ, ഇനി വേറൊന്നും ചെയ്യാനില്ല, ഫാസ്റ്റ് കാര്യങ്ങളാണ്. അതായത് ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ട്, പാലിതിലേക്ക് ഒഴിക്കാം. മധുരത്തിനാവശ്യമുള്ള കണ്ടൻസ് മിൽക്ക്, ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ ആൻഡ് ബദാം പേസ്റ്റ് ജാറിൽ ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ലൂസാക്കി കംപ്ലീറ്റ് എടുത്തു. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം, എന്നിട്ട് കൈയെടുക്കാണ്ട് ഇളക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർത്തത്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കും, ഒരുപാട് മധുരം വേണ്ട. ഞാനിപ്പോൾ ഒരു പാൽ സർബത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് മധുരം വേണ്ട. നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ടു മച്ച് ഓഫ് സ്വീറ്റും നല്ലതല്ല. തിളച്ച് വരട്ടെ. ഈ നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്ന് വേനൽക്കാലമാണ്, നല്ല ചൂടാണ്, വീട്ടിനകത്തും പുറത്തും ഒക്കെ ചൂട് തന്നെയായിരിക്കും. പിന്നെ വീട്ടിലെ സ്ത്രീകളാണ്, മുസ്ലിം ഭവനങ്ങളിലെ സ്ത്രീകളാണ് ഈ രീതിയിൽ പാചകമൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതൊക്കെ സെറ്റ് ആവണമല്ലോ, അതിനാവശ്യമുള്ള തള വന്നു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ജലപാനം പോലും ഇല്ലാതെയാണ് അവരിയ്ക്കുന്നത്, എങ്കിലും നല്ല സ്വാദിഷ്ടമായ ന്യൂട്രിറ്റീവായിട്ടുള്ള പാനീയങ്ങളും ചെറുകടികളും പിന്നെ പ്രധാന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ, നോമ്പ് തുറക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് ഞാൻ തീ നന്നായിട്ട് കുറച്ചിരിക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കാം. ഒരു 1.5-2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ. കുറച്ച് വെള്ളം ഒഴിക്കാം.
കട്ടയില്ലാണ്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമുക്കിത് ഈ കോൺഫ്ലവർ കലക്കിയത് പാൽ സർബത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കും. ചെറിയൊരു തിക്നെസ് വരും, ചെറുതായിട്ട്. ഭയങ്കര കട്ടിയാകാൻ പാടില്ല, അറിയാമല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് കോൺഫ്ലവർ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്ത് കൈയെടുക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാം. നേരത്തെ ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ മധുരം ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ചാണ് കണ്ടൻസ് മിൽക്ക് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർക്കാം, 6 വേണമെങ്കിലും ചേർക്കാം. എത്ര മധുരം വേണം അതനുസരിച്ച് ആയിക്കോളൂ. അല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി, ഒരു കുഴപ്പമില്ല. എപ്പോഴും മധുരം കുറയ്ക്കുന്നതാണ് നല്ലത് ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ. ചെറുതായിട്ട് വീണ്ടും തള വന്നു. ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടും, അതിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയൊരു കൺസിസ്റ്റൻസി, ഇങ്ങനെ ചെറുതായിട്ട്, ഒരുപാട് തിക്കല്ല, ഇങ്ങനെ ഒരു ഇതാണ് വേണ്ടത്. ഓക്കെ, തീ ഓഫ് ചെയ്യാം. ഇങ്ങനത്തെ തവിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചെറിയൊരു തിക്നെസ്. ഒരു കൊഴുപ്പ് പോലെ, ഒരു കൊഴുത്ത പാല് നമ്മൾ എടുക്കില്ലേ, അതുപോലെ ആയി വരും. ഇനി ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. 2 ടീസ്പൂൺ എന്നുള്ളത് 3 ടീസ്പൂൺ ആക്കാം, അത്രേ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, കോൺഫ്ലവർ 2 എന്നുള്ളത് 3 വരെ ആകാം. ഇത് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നന്നായിട്ട് തണുക്കണം. ഇതൊരു നല്ലൊരു പാൽ സർബത്തായിരിക്കും. ഇതിൽ പോഷകപ്രദമായ കാര്യങ്ങളുണ്ട്. ആൽമണ്ട്സും ബദാമും അണ്ടിപ്പരിപ്പും. ഇനി ഇതിനൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ച് റോസ് വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 1-1.5 ടീസ്പൂൺ വരെ ആകാം റോസ് വാട്ടർ. ഇനി ഇതല്പം തണുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കഷ്കഷും കൂടി ചേർക്കും. കറുത്ത കഷ്കഷ് അഥവാ ബേസിൽ സീഡ്സ്. ഇത് റെഡി ആയിരിക്കുവാണ്. ഇതൊന്ന് തണുത്തോട്ടെ. ഇനി കുടിക്കുന്ന സമയത്ത് നിറച്ച ഐസൊക്കെ ഇട്ട് വേണമെങ്കിലും കുടിക്കാം. ഇതങ്ങനെ തിക്കായിട്ട് കുടിക്കുന്നൊരു പാനീയമല്ല, കുറച്ചൊന്ന് ലൂസാക്കി കുടിച്ചാലും തെറ്റില്ല. അങ്ങനത്തെ വയറ് നിറയുന്ന നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പാനീയം. അങ്ങനെ വളരെ സ്വാദോടുകൂടി ന്യൂട്രിറ്റീവായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മിൽക്ക് സർബത്ത്. ഇതിൽ ആൽമണ്ട് ആൻഡ് കാഷ്യൂ മിൽക്ക് സർബത്ത് എന്നും വേണമെങ്കിൽ പേരിടാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കേ, പിന്നെ ഞാൻ മധുരം വളരെ കുറച്ച് കാണിച്ചതാണ്, ചെറുത് മതി വിചാരിച്ചിട്ട്. 4 to 5 എന്ന് വെച്ചാൽ വളരെ സട്ടിലായിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 4 എന്നുള്ളത് 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ ആകാം. നോക്കിയിട്ട് ചെയ്തോളൂ. മധുരം AC-യുടെ തൊട്ട് താഴെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം തണുത്ത് കഴിഞ്ഞു. ഓക്കെ, പെട്ടെന്നുള്ള പരിപാടി. ഇതാ നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ പാൽ സർബത്ത്, ബദാം അണ്ടിപ്പരിപ്പ് പാൽ സർബത്ത് ഇസ് റെഡി. ഇതേ നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് സബ്ജ സീഡ്സ് കുതിർന്നത്, നമ്മുടെ കറുത്ത കഷ്കഷ് 2 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തതാണ്. ഇത് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർക്കും. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ 3 തവി നിറച്ച് ചേർക്കും. ഓക്കെ, ഇപ്പോൾ കാണാൻ നല്ല ലുക്കായില്ലേ. ഇത് നല്ല റോസ് വാട്ടറിൻ്റെ ഒരു ഫ്ലേവറുണ്ട്. ഇനി ഫ്ലേവറിംഗ് ആയിട്ട് നിങ്ങൾക്ക് വേറെ കേവർ എസൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈവൻ ആൽമണ്ട് എസൻസ് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ എനിക്ക് ആൽമണ്ട് എസൻസിൻ്റെ മണം ഇഷ്ടമല്ല. ഇതിനകത്തപ്പോൾ ആൽമണ്ടും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടല്ലോ. ഇത് ആക്ച്വലി നല്ല തണുപ്പിച്ചാണ് കഴിക്കേണ്ടത്, ചിൽഡായിട്ട്. ഇതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, അടച്ചിട്ട് വയ്ക്കുക. ഇത് നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ ചെയ്ത് വയ്ക്കാം. സോ ദാറ്റ് വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ആ ചെറുകടി എന്നുള്ള നിലയ്ക്ക് ഡേറ്റ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാനീയം കുടിക്കില്ല, ആ സമയത്ത് ഈ സർബത്ത് കുടിക്കാം. പിന്നെ എൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നല്ല ചിൽഡ് അല്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിക്കാം. നല്ല കൊഴുത്ത പാല് പോലെ ഇരിക്കും, അതാണ് കൺസിസ്റ്റൻസി. നമ്മളിപ്പോൾ ഒരു ഗോതമ്പ് പാലിലൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ.
ഈ അളവിനുള്ള ഗ്ലാസ് ആണെങ്കിൽ 1 2 ഇനി ഒരു 3 ഗ്ലാസ്സിനും കൂടി തികയും. അപ്പോൾ ഒരു 5 ഗ്ലാസ് നിറച്ചുണ്ടാകും. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 4 ഗ്ലാസ് 240 ml 250 ml 4 ഗ്ലാസ് ഉണ്ടാകും. അല്ലെങ്കിൽ 240 എന്ന് വെച്ചോളൂ. 4 ഗ്ലാസ് പാലുണ്ടാകും. പിന്നെ ഞാൻ ഇച്ചിരി കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിലാണ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു. പിന്നെ കാഷ്യൂ ആൻഡ് ആൽമണ്ട് പേസ്റ്റ് അരയ്ക്കാനായിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളത്തോളം ഉപയോഗിച്ചു. അത് അരയ്ക്കാനും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറെല്ലാം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ടാവും ഇതിൽ. അപ്പോൾ 5 ഗ്ലാസ് പാലിന് സമാനമായ അളവാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ച് വോളിയം കിട്ടുമല്ലോ, ധാരാളം മതിയല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. വീട്ടിലൊരു 5 അംഗങ്ങളുണ്ടെങ്കിലും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. ഇതുപോലത്തെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ 5 പേർക്ക്, കുറച്ചുകൂടി ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 10 പേർക്ക് വരെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കുക, വൈകുന്നേരം എടുത്ത് ഉപയോഗിക്കുക. ഇനി ഇതിൽ നിന്ന് ഒരല്പം കുടിക്കട്ടെ. വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു രസകരമായ ടേസ്റ്റ് വേണമെന്ന് തോന്നി, അതുകൊണ്ട് വീണ്ടും ഒരു ഗ്ലാസ്സിലെടുക്കാം. പിന്നെ മെഷറിങ് ജാറിൽ തന്നെ എടുക്കാം. ഇടയ്ക്ക് സബ്ജാ സീഡും എല്ലാം കൂടി തണുപ്പില്ല, ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറാണ്. തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് എന്താ ടേസ്റ്റ്. വളരെ ചെറിയ മധുരമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മധുരം ചേർത്തോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 6 ടേബിൾ സ്പൂൺ ഇട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ വേണമെങ്കിലും ആകാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഏകദേശം ഒരു 1/2 ടിന്നോളം ചേർക്കാം വേണമെങ്കിൽ. ടേസ്റ്റി, യമ്മി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.